ഇല്ലടാ, ആ മൂട്ടി 2 ആട്ടിനെ കൊണ്ട് തീർത്ത് നീ പ്ലാവല പറിച്ചിട്ട് കൊടുക്കും. ശരി ഏട്ടാ, ഞാൻ പ്ലാവിലെ പറിച്ചിട്ട് പ്ലാവല പറിക്കാൻ പോണു. രതീഷ് അവനെ കണ്ട അവൻ കുറെ നേരമായിട്ട് നിന്നെ ഒരു മതി റോങ് നോട്ടം പിടിച്ചേ. എന്തോ ചേട്ടനെ എനിക്ക് ഇഷ്ടായി. കഴിഞ്ഞ ഉത്സവത്തിന് മുണ്ടുവിടക്കി അടിച്ചില്ലേ, ഞാൻ കണ്ടു. വീടെവിടെയാ? ഞാൻ ചെന്ന് കയറിയിട്ട് വരാം. അവ ഇതിന്റെ കാള പറഞ്ഞേ വിടാ. ദേ പുതിയൊരു ചേട്ടൻ. കൂടെ ചെന്ന് കയറോ. എന്ത് ഷൺമുഖണ്ണ, അണ്ണന്റെ ഭാര്യക്ക് എന്നെ ഇഷ്ടമാന്ന് പറഞ്ഞു. അതുകൊണ്ടാ ഞങ്ങൾ ഒളിച്ചോടിയത്. സതി, സതിക്കിടയിൽ വഞ്ചന. யாரண்ணா சதி வஞ்சனே பொம்பளையா? സതി ഉന്നോട് അമ്മ മൂടിയിട്ട് നില പുറമ്പോക്ക് എവിടുത്തെ കിട്ടടാ നിനക്ക് ഈ പാണ്ടിയെ? അണ്ണനും പാണ്ടിയാണ്. ഞാൻ ഹാസ് പാണ്ടി. അമ്മ വന്ന് പാലക്കാട്, അപ്പ വന്ന് മധുരൈ. രണ്ടും കൂടെ சேர்ந்து പറയണ്ട അണ്ണാ ഇവിടെ സബ്ജക്റ്റിലൊന്നുമില്ല. ഇതിനൊക്കെ അവിടെ വേറെ അർത്ഥമാണ്. അപ്പടിയാ? ആമാ. സോറി, നീ പറടാ. എന്റെ ഭാര്യ ഇപ്പൊ അവിടെ ഉണ്ട്. അത് പറഞ്ഞ അവൾ എന്നെ കൊല്ലും. പിന്നെ ഞാൻ എന്നെ പിടിച്ച് ഉമ്മ വെക്കോ? രണ്ടിനെ ഞാൻ കൊല്ലും. മവനേ സോറിനാ, കേൾടാ, சொல்லுடா. ആരോട് സൊല്ലാൻ ഇവനീ പറയണത്? അവന് കൊഞ്ചം പുറിയറ മാതിരി കേളു. സൊല്ലണ എവ്വളോ നാളാച്ചടാ പൊണ്ടാട്ടി കൂടെ വിളയാടിയിട്ട്. എത്ര നാളായിട്ട് അണ്ണന്റെ പെണ്ണുമ്പിള്ളയായിട്ട് പരിപാടി തുടങ്ങിയിട്ട്? 2 കൊല്ലമായി. രണ്ടോ? ഞാനേ അവളെ കല്യാണം பண்ணிட்டு ഒരു കൊല്ലന്തോ ആവുന്നു. അപ്പോഴേ சொன்னല്ലേ പെമ്പള നമ്പല ഊമ്പലാന്ന്. ആമാ ആണാ, അതൊന്നും എനിക്ക് കവളയല്ലേ. നീ എൻ മുൻസുണ്ടി പാത്തതേ ഇല്ലടാ. അണ്ണന്റെ മുന്നും കൊണ്ടി നീ കണ്ടിട്ടില്ലെന്ന്. ഞാൻ சொன்னதானே നീ അവനോട് சொன்ன. ആമണ്ണേ. ഷൺമുഖണ്ണ, ഞാൻ ഇനി ഒരു തപ്പും തപ്പൂലണ്ണ. സോറി അണ്ണാന്ന്. ഏയ് അതെനിക്ക് കേക്ക. നീ சொன்னது மட்டும் பண்ணு. നീ പറ, ഞാൻ പൊണ്ടാട്ടി എങ്ക இருக்கு? കോയമ്പത്തൂര്. கோயம்புத்தூர் ராணி ஷண்முகம் வேற. എനിടാ പുറമ്പോക്ക്. எனக்குதா அவளோட கடைசி நாள். வண்டி சரணா. രണ്ട് പ്രദേശങ്ങളിലെ അരണകൾ കണ്ടുമുട്ടുന്നു. എവിടെ പോണെന്നല്ലേ ബ്രോ ചോദിച്ചേ? എന്റെ മാമാടെ വീട് ഇവിടെ. ആഹാ, മാമാടെ വീട്ടിലോ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഒരു റിലേഷൻഷിപ്പായി. നല്ലപോലെ പോട്ടെ. ആ ഹെൽമെറ്റ് ഇരുന്ന് കുല്ലിക്കുന്ന ഭയങ്കര രസമുണ്ട്. അത് എല്ലാം പറഞ്ഞ ഈ പല്ലെടുത്ത് വെളിയിട്ട് ചിരിക്കുന്ന എന്തിനാ ബ്രോ? പിന്നെ ബ്രോ എന്താ പല്ലോണ്ട് ഡാൻസ് കളിക്കണോ? ഞാൻ ഇങ്ങോട്ട് പോയപ്പോഴത്തെ ഒരു പയ്യൻ എന്റെ അടുത്ത് നോക്കി പോടാന്ന് പറഞ്ഞു ബ്രോ. ഞാൻ വരുന്നേക്ക് ഇവിടെ തന്നെ ഇടിക്കാൻ നോക്കി. നിങ്ങൾ ഇതുവരെ പോയില്ലേ? പെട്ടെന്ന് വീട്ടുകളിൽ പോയിട്ടാ. നമ്മളിതാ പോണം ഡോക്ടറെ. ഇതാര്? നമ്മളിവിടത്തെ സ്ഥലം എസ് ഐ ആണോ? ഇവരെ ഡോക്ടറെ വിളിച്ചെന്തിന്? അതാണ് എനിക്കും അറിയാൻ പോയത്. ഞാൻ എന്തിനാ ഇയാളെ ഡോക്ടറെന്ന് വിളിച്ച? നീ മറന്നുപോയി. ഞാൻ മറന്നുപോയി. നീ പെട്ടെന്ന് ആ ഡോക്ടറെ പോയി കാണാ. ഞാൻ ഒരു മിനിറ്റ്, നീ ഇവിടെ നില്ലേ? സാറേ, അവന് നല്ല മറവിയുടെ സീനുണ്ട് കേട്ടാ. അവന്റെ വണ്ടിയുടെ താക്കോലായത്. എന്റെ കൊണ്ട് തന്നിട്ട് പറയാ എന്റെ വണ്ടിന്ന്. സാറിന്റെ പിള്ളേരൊക്കെ ഉണ്ട്. അമ്മ സാറേ, എന്റെ വണ്ടിയുടെ താക്കോലുണ്ടായിരുന്നോ? എന്റെ വണ്ടിയുടെ താക്കോലുണ്ടായിരുന്നോ? നീ ആരാ? വയ്യാത്ത ഓരോരുത്തമ്മ രാവിലെ ഇറങ്ങ അളിയാന്ന്. ആ ഡോക്ടർ ആയിരുന്നാ? ഓ ഞാൻ തന്നെ. സുഖം തന്നെ. ഞാൻ വീട്ടിൽ പോകാൻ പോണ്. എങ്ങനെ പോണ്? ആ വണ്ടി വന്നു. ഇനി ആന്റി ക്ലോക്ക് വൈസ് ഇറക്ക്. എന്തിന്? സമയം പോട്ട്. എടാ, ഈ കൺട്രാക്ടിന് ഇത് എവിടെ കിടക്കുന്നത്? ഞായറാഴ്ചയാണോ പണിക്ക് വിളിക്കുന്നത്? അത് ബുധനും വ്യാഴം പണിക്ക് വരണമായിരുന്നു. എടാ, അത് വർക്കിംഗ് ഡേ, നമുക്ക് മുടങ്ങാം. ഇത് സൺഡേ ഹോളിഡേ. ഈ കൺട്രാക്ടിന്റെ ഭരണം വെച്ചിട്ട് കൂടി വരുന്നുണ്ട്. ഒരു കാര്യമില്ലാതെ അങ്ങനെ ആറാം നമ്പരം കളിക്കുക. മോനെ, നീ എന്തോ മോനെ ചെയ്യുന്ന? വെളുപ്പിക്കുന്നു എന്റെ കുടുംബം. നീ എന്തോ മോനെ ഇരുന്ന് ഇളക്കുന്ന? ആയെങ്കിൽ ഒരു ഗ്ലാസ് ഇങ്ങത്താ. പെയിന്റ് പണിക്ക് വന്നവന്മാർ അതകത്ത് ഒരു തുള്ളി പെയിന്റ് ഇല്ല. അയ്യോ, കഷ്ടപ്പെടണ്ട. കണ്ടിട്ട് എനിക്ക് തന്നെ കോരിത്തരിക്കുന്നു. സുഗുണ, എന്ത്? ഇതിന്റെ ഇടയിലത്തെ പൊടി പോകുന്നില്ല. ആണോടാ?
പോയി. നിനക്ക് ഞാൻ എത്ര തച്ച് കാശ് തരുന്ന സുഗുണ? 800 കൂറ് നീ എന്നോട് കാണിക്കുന്നുണ്ടോ? കാണിക്കല്ലേ? നിന്റെയൊക്കെ കാണിപ്പ് കാരണം പണിയാൻ പോയ 3 വീടാ ഇപ്പൊ എന്റെ പേരില്. ഇതും സൂപ്പർ വീടാ. ഞാൻ വരുമ്പോഴത്തേക്ക് ഇതിന്റെ മേല് മൊത്തം വൈറ്റ് വാഷ് അടിച്ച് വെച്ചോണം. ചേട്ടാ പണി നാളെ കഴിയും. മറ്റന്നാ 2 പാല് കെട്ടെങ്കിൽ പോരെ നമുക്ക്. എന്റെ ദൈവമേ, ഈ വെള്ളം എന്തിനാ അടിക്കുന്നത്? അതാവുമ്പോ അഴുക്കായ പിന്നെ അടിക്കാലോ. സന്തോഷേ, ആ ചെറുക്കന് പണി അറിഞ്ഞൂടാ. നിങ്ങളുടെ ഞാൻ പറഞ്ഞാണ് പണിയറിയാത്തമാരെ പണിക്ക് വെക്കരുത്. നിങ്ങൾ എന്താന്ന് വെച്ചാ പോയി ചെയ്ത്. നീ വായടാ. വീശിയറി സുഗുണ, ഇതാ ആശാൻ പറഞ്ഞ നിനക്ക് പണി അറിഞ്ഞൂടുന്നു. തെറിപ്പിക്കാറായി. ബക്കറ്റ് നോക്കി അറിഞ്ഞാലേ മണ്ടത്തരം പറയാറാ. എന്നെ മനസ്സിലായോ? മാറിയില്ല കേസാവും. എന്നെ മനസ്സിലായില്ലേ? ഇഫ് യു ഡോണ്ട് മൈൻഡ് ഞാൻ പൊക്കി നോക്കട്ടെ. അതെല്ലാം ഇതെല്ലാം കൂടെ മൂടി വെച്ചാൽ ഞാൻ എങ്ങനെ അറിയും? അതാണോ? ഞാനാ ജിസ്മി. എന്തിന്? എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് ഞാൻ ഇടും. പിന്നെ ഞാൻ 11 മണിക്ക് 12 മണിക്ക് ഫ്രണ്ട്സോട് നിനക്ക് കുഴപ്പം? നീ പറയുന്ന കേൾക്കാനോ ഞാൻ ഒരു കളിപ്പാവേല. മനസ്സിലാവണം. ആഹാ, ഫ്രീഡം ഫൈറ്റർ. എന്ത് പറ്റി? ലോകം ചുറ്റണമെന്നൊക്കെ പറഞ്ഞ ആളായിരുന്നല്ലോ. ലോകം ചുറ്റുന്നുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ ഇവിടെ തല നന്നായിട്ട് ചുറ്റുന്നുണ്ട്. നേരത്തെ ഒന്ന് വീട്ടിൽ കയറാൻ പറഞ്ഞു ബ്രേക്കപ്പ് പറഞ്ഞ ആളാ. എന്താ ഇപ്പൊ ഇതിൽ കയറി നിക്കുന്നേ? അതെ, 12 മണി ഫ്രീഡം കാണിച്ച് പരീക്ഷയ്ക്ക് ഞാൻ ഇരുന്ന് പൊട്ടി. അങ്ങനെ വീട്ടുകാരെന്നെ കെട്ടിച്ചു. ജിസ്മി, പിള്ളാരെ വിളിക്കും. പിള്ളാരെ ഉമ്മാന്ന് എന്റെ കൂടെ ആര്? ഇതെന്താ ഇത്? ട്രെയിനോ? ഓ, ഇപ്പം 12 മണിക്ക് മുമ്പും ഫ്രീഡം അല്ലേ, 12 മണിക്ക് ശേഷം ഫ്രീഡം ഇല്ലല്ലേ? ജിസ്മി, എന്റെ കൈയുടെ തുമ്പ് കാണുന്നു. എടോ, കൈയുടെ തുമ്പല്ലേ ബ്രോ, അല്ലാതെ വേറെ. നമ്മൾ തരുന്ന ബ്രീഡ് വെച്ച് കൂടുന്നുണ്ട്. 12 മണിയാവും. ഇതിനെ കൊണ്ടുപോടെ. പോടാ. ഓ, കൊണ്ടുപോയാൽ അലമാരിൽ ഒളിപ്പിച്ചു പോയി. പഴക്കൊലയില്ലേ, അതിന്റെ അടുത്തോണ്ട് വെച്ചാൽ മതി, പഴം പഴുക്കും. Download ShareChat.